അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് 2047 ഇന്ത്യയിൽ വർഗീയതയും ജാതീയതയും കറപ്ഷനും ഇല്ലാതാക്കും. അതിൻ്റെ ഏറ്റവും സ്പെസിഫിക് എന്ന് പറയുന്നത് ജാതീയതയാണ്. വർഗീയതയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. ജാതീയത പറഞ്ഞതിൻ്റെ കാര്യം എന്തുവാ? ഇന്ത്യയിലെ ഹിന്ദുക്കൾ വിഘടിച്ചു പോകും. ഇന്ത്യയിലെ ഹിന്ദുക്കൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടാണ് ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ. ഇന്ത്യയിലെ എക്കണോമിക്കലി ഏറ്റവും ഉയർന്ന സ്റ്റേറ്റ്, ഗ്ലോബലായിട്ട് എക്കോണമിക്, അതായത് ഇന്ത്യയുടെ എക്കണോമിക് ഹബ്ബായിട്ട് ഇപ്പോൾ തമിഴ്നാട് മാറുകയാണ്. ഈ ഫോറിൻ കമ്പനികളെല്ലാം വന്ന് പ്ലാന്റ് ഇടുന്ന തമിഴ്നാട്ടിലാണ്. ഇത്രയും ചൂടുള്ള തമിഴ്നാട്ടിൽ പോകും, വെള്ളമില്ലാത്ത തമിഴ്നാട്ടിൽ പോകുന്നതിൻ്റെ കാര്യം എന്തുവാ? കാരണം അവർക്ക് സ്കിൽഡ് ആയിട്ടുള്ള ജോലിക്കാരെ കിട്ടും. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. മറ്റുള്ളിടത്ത് 100 പ്രശ്നങ്ങളല്ലയോ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. നല്ല ആൾക്കാർ, സ്കിൽഡ്, അതാണ് പ്രധാനപ്പെട്ടത്. അപ്പം അങ്ങനെ ഒരു ചേഞ്ചസ് തമിഴ്നാട്ടിൽ വരികയും എക്കണോമിക്കലി ബൂം ചെയ്യുകയും അവരുടെ സോഷ്യൽ എൻജിനീയറിങ് മാറുകയും, അതായത് സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ മാറുകയും ചെയ്യുമ്പോൾ ഈ സനാതനധർമ്മത്തിന് എന്ത് പ്രാധാന്യമുള്ളത്? അതുകൊണ്ടാണ് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി സനാതനധർമ്മത്തെ എടുത്ത് ചവറ്റുകോട്ടയിൽ എറിഞ്ഞത്. ഇത് സാധനം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട.